വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ് റൂം. എങ്ങനെ പോകുന്നു പഠനമൊക്കെ? എല്ലാവരും ഉഷാറായി അടിച്ചു പൊളിച്ച് പഠിക്കുന്നില്ലേ? എൻജോയ് ചെയ്യുന്നില്ലേ? വെരി ഗുഡ്. അതാണ് നമുക്ക് ആവശ്യം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി എനിമി എന്ന് പറയുന്ന ഒരു ഫിക്ഷനാണ്. ഇത് എഴുതിയിരിക്കുന്നത് പേൾ എസ് ബക്ക് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ റൈറ്ററാണ്. ഇതിന്റെ ഒരു സമ്മറി, ഇതിന്റെ ഒരു കഥ ഇതിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. അതിനു മുന്നേ ഈ കഥ നടക്കുന്ന ഒരു പശ്ചാത്തലം നമ്മൾ അറിയേണ്ടതുണ്ട്. ഇത് കഥ നടക്കുന്നത് സെക്കൻഡ് വേൾഡ് വാർ സമയത്താണ്. സെക്കൻഡ് വേൾഡ് വാറിനെ കുറിച്ച് എല്ലാവർക്കും അറിയണ്ടായിരിക്കും. പക്ഷെ ഇനി അഥവാ ആരെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് മിസ് പറയാം. കാരണം അത് അതിലൊരു വ്യക്തത ഇല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റോറി മനസ്സിലാക്കി എടുക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത് 1939 മുതൽ 1945 വരെ നടന്ന ഒരു വേൾഡ് വാറാണ്. നമ്മൾ പഠിച്ചു കാണും. 2 ചേരികളായിട്ടായിരുന്നു അന്ന് യുദ്ധം നടന്നത്. അതിൽ ഒരു ചേരിയിലെ ടീമായിരുന്നു ജപ്പാൻ, ഇറ്റലി, അതുപോലെ തന്നെ ജർമ്മനി. ഇവരൊരു ടീമും അപ്പുറത്തെ സൈഡിൽ അമേരിക്ക, ഫ്രാൻസ്, സോവിയറ്റ് യൂണിയൻ, ദെൻ ചൈന, ഇവരൊക്കെയായിരുന്നു നമ്മുടെ എന്താ പറയുക നെക്സ്റ്റ് അപ്പുറത്തെ ചേരിയിൽ. ഇങ്ങനെ 2 ചേരി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ജപ്പാന്റെ എനിമിയാണ് അമേരിക്ക, അല്ലെ? ജപ്പാൻ ആക്സിസ് എന്ന് പറയുന്ന ചേരിയിലും അമേരിക്ക അലൈസ് എന്ന് പറയുന്ന ചേരിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്, ഈ കഥയ്ക്ക് വേണ്ടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ജപ്പാന്റെ എനിമിയാണ് അമേരിക്ക. ഈ കഥ നടക്കുന്നത് നിങ്ങൾക്കറിയാം, പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്സിഡൻ്റ് ആണത്. അപ്പോൾ ആ സമയത്ത് കൂടിയാണ് ഈ കഥ നടക്കുന്നത്. അപ്പോൾ എന്താ അതിന് അങ്ങനെ പറയാൻ കാരണം, അല്ലെങ്കിൽ എന്താണ് അത് അപ്പോഴുള്ള പ്രത്യേകത? ഈ ജപ്പാനും അമേരിക്കയും അത്രമാത്രം വിദ്വേഷം വെച്ച് പുലർത്തുന്നൊരു സമയമാണ്. കാരണം ഈ പേൾ ഹാർബർ ആക്രമിച്ചത് വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു. അപ്പം അത് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചു കാണും ചിലപ്പം. ഇതൊരു എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പം ആ ഒരു സമയത്ത് ജപ്പാന്റെ മണ്ണിൽ ഏത് അമേരിക്കക്കാരനെ കണ്ടാലും അപ്പോൾ കൊല്ലും. അത്രയ്ക്ക് വിദ്വേഷമാണ്. അല്ലെങ്കിൽ ഒരു അമേരിക്കക്കാരനെ, ഒരു വെള്ളക്കാരനെ കാണുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും വെറുപ്പാണ്. മനസ്സിലായ? അങ്ങനെയുള്ള ഒരു സമയം, അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും വിദ്വേഷം വെച്ച് പുലർത്തുന്ന സമയം ജപ്പാനിൽ ആണ് നമ്മുടെ കഥ സംഭവിക്കുന്നത്. ഇനി നമ്മുടെ കഥയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു മനോഹരമായ തീരപ്രദേശത്ത് ഡോക്ടർ സഡാവോ ഹോക്കി എന്ന് പറയുന്ന ഒരു നല്ല ഡോക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടും പരിസരവുമാണ് നമ്മുടെ കഥയുടെ ലൊക്കേഷൻ. ഇനി കഥയിലെ മെയിൻ കഥാപാത്രം ഈ ഡോക്ടർ സഡാവോ ഹോക്കി തന്നെയാണ്. പിന്നെ ഒരു കഥാപാത്രമായിട്ട് ഒരാൾ കടന്നു വരുന്നുണ്ട് കഥയിലേക്ക്. അത് നമ്മൾ കഥയിലൂടെ പോകുമ്പോൾ അറിയും. വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, അവരെയൊക്കെ നമ്മൾ വഴിയെ പരിചയപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. The Enemy by Pearl S. Buck. Pearl S. Buck is a very well-known and popular writer from America, and she also got a Nobel Prize for the literature, and she awarded by Pulitzer Prize from America. You know what is Pulitzer Prize? It's very well known. അമേരിക്കയിലൊക്കെ ജേർണലിസത്തിനും അതുപോലെ തന്നെ മ്യൂസിക്കൽ കമ്പോസിഷൻ, സാഹിത്യത്തിനൊക്കെ കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ് പുലിറ്റ്സർ പ്രൈസ്. ഇതെല്ലാം ലഭിച്ചിട്ടുള്ള, നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാരിയാണ് പേൾ എസ് ബക്ക് എന്ന് പറയുന്നത്. ഇവരുടെ ഒരു ബാല്യം, ചൈൽഡ്ഹുഡൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ചൈനയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ചൈനീസ് നെയിം കൂടിയുണ്ട്. അതെന്താ ഞാൻ പറയാം, സൈസ് സെൻ ഷു എന്നാണ് ആ ചൈനീസ് നെയിം പേൾ എസ് ബക്കിന്റെ. ഓക്കെ, അപ്പോൾ പേൾ എസ് ബക്കിന്റെ ശരിക്കും ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു നോവൽ പഠിക്കേണ്ടായിരുന്നു, ദി ലെറ്റർ ഫ്രം പെക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള. അത് വളരെ അതുപോലെ നല്ലൊരു ടച്ചിങ് ആയിട്ടുള്ള ഒരു നോവലായിരുന്നു. ഇതും അതുപോലെ നല്ലൊരു സ്റ്റോറിയാണ്. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലൂടെ കടന്നു പോകാം. മിസ് പാസേജസ് വായിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, ബുക്കിൽ നോക്കുക. മെയിൻ ഇത് നമ്മുടെ സപ്ലിമെന്ററി റീഡറാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് സപ്ലിമെന്ററി റീഡർ ഉള്ളത്? നമ്മൾ വായിക്കാൻ വേണ്ടി തന്നെയാണ്. അതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് വായിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കഥ മനസ്സിലാക്കിയതിന് ശേഷം വൃത്തിയായി ബുക്ക് വായിക്കണം. ഓക്കെ, നിർബന്ധമാണത്. കാരണം ഇതിൽ നിന്നൊരു എസ്സേ വരുമ്പോൾ നമ്മളൊരു 2-3 എസ്സേ കാണാപാഠം പഠിച്ച് എഴുതുന്ന രീതിയൊക്കെ മാറ്റുക. ബുക്ക് വളരെ വ്യക്തമായിട്ട് കഥ മനസ്സിലാക്കി വളരെ വ്യക്തമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും എങ്ങനെ എസ്സേ വന്നാലും നമുക്ക് എഴുതാൻ പറ്റും. 100% പറ്റും. നിങ്ങൾ വായിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ, വെരി ഗുഡ്. So let's start now. Dr. Sadao Hoki's house was built on a spot of the Japanese coast where as little boy he had often played. The low square stone house was set upon rocks well above a narrow beach that was outlined with bent pines.
As a boy, Sadao had climbed the pines, supporting himself on his bare feet, as he had seen men do in the South Seas when they climbed for coconuts. His father had taken him often to the islands of those seas, and never had he failed to say to the little brave boy at his side, "Those islands yonder, they are the stepping stone to the future for Japan." So here in the first paragraph, the writer, she describes about the childhood of Sadao Hoki, Dr. Sadao Hoki. Okay, ഇതിൽ അവൻ്റെ ഒരു ചൈൽഡ്ഹുഡാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അവരുടെ വീടുള്ള ലൊക്കേഷൻ ഒരു തീരത്താണ്, സീഷോറിലാണ് വീടുള്ളത്. വീട് ഈ കല്ലുകൾ കൊണ്ടൊക്കെ, കടലിൻ്റെ പക്കത്ത് കാണപ്പെടുന്ന വീടുകൾ, കല്ലുകൊണ്ട് കുത്തനെയുള്ള ഒരു വീട്, അതിനൊരു പൈൻ മരങ്ങളുടെ തടികൾ കൊണ്ട് ഒരു ബൗണ്ടറി ഉണ്ട്. അപ്പോൾ ഇച്ചിരി ഹൈറ്റിലായിരിക്കും വീട് ഉണ്ടാവുക. അപ്പോൾ നമുക്കറിയാം, ചെറിയ കുട്ടികൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമുക്ക് പിടിച്ചു കയറാൻ ശ്രമിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് സദേൺ സീസിലൊക്കെ പിന്നെ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഈ, നമുക്കറിയാം, നമ്മൾ ആ ഭാഗത്ത് വരും. അതായത് എന്താ, തെങ്ങ് കയറുന്ന ആൾക്കാർ തെങ്ങ് കയറുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ ഈ കുട്ടി സ്ഥലമോ ഇത് പൈൻമരങ്ങൾ പിടിച്ച് കയറുക എന്നാണ് പറയുന്നത്. അപ്പം ജസ്റ്റ് അവരുടെ ചൈൽഡ്ഹുഡ്. ബട്ട് ഇവിടെ നമ്മൾ നോട്ട് ചെയ്യുന്നത് വെച്ചാൽ ആ വീട്, അതിൻ്റെ ലൊക്കേഷൻ. ദെൻ ഫാദർ എപ്പോഴും ഇവൻ്റെ കൂടെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഫാദർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ അവിടെ അങ്ങ് അകലെ കാണുന്ന ആ ഒരു ഐലൻഡ് കാണിച്ചുകൊണ്ട് പറയുകയാണ്. യോണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് ചൂണ്ടിക്കാട്ടി നമ്മൾ പറയാം, ആ കാണുന്ന അങ്ങനത്തെ ആ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ അവിടെ കാണുന്ന ഐലൻഡ്, അതാണ് നമ്മുടെ പിന്നെ ജപ്പാന്റെ ഭാവി ജപ്പാനിലേക്കുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ സഡാവോ ചോദിക്കുന്നുണ്ട്, "Who shall we step from them?" Sadao had asked seriously. "Who knows?" his father had answered. "Who can limit our future? It depends on what we make it." അപ്പോൾ കുട്ടിയല്ലേ, അപ്പോൾ കുട്ടിയായ സഡാവോ ചോദിക്കുകയാണ്, നമ്മൾ എത്രത്തോളം പോണ്ടി വരും, അല്ലെങ്കിൽ ആ ഐലൻഡിൽ നമ്മുടെ ഭാവി ജപ്പാനല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഈ അച്ഛൻ പറയാണ്, ആർക്കറിയാം, നമ്മുടെ ഭാവി നമുക്ക് ആർക്കും ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ഹൗ വി മേക്ക് ഇറ്റ് ഓർ വാട്ട് വി മേക്ക് ഇറ്റ്. അല്ല, തീർച്ചയായിട്ടും നമ്മുടെ ഭാവി നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും. നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞത് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഇസ് അപ്പോൾ ഹൗ വി മേക്ക് ഇറ്റ്, യു നോ. യെസ്. നൗ what is next? I'm sorry. Yes, because മിസ്സിന്റെ കയ്യിൽ ഫോട്ടോസ്റ്റാറ്റ് ആണ്, അതുകൊണ്ട് ബുക്സ് അല്ല. Sadao had taken this into his mind as he did everything his father said. His father, who never joked or played with him, but who spent infinite pains upon him, who was his only son. Sadao knew that his education was his father's chief concern. For this reason, he had been sent at 22 to America to learn all that could be learned of surgery and medicine. ഇവിടെ അച്ഛനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. I mean, the writer, she describes about his father. He's very concerned about the education of his son because he's the only son for him. So ആകെയുള്ള ഒരേ ഒരു മകന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നതാണ് ഈ അച്ഛന്റെ മെയിൻ കൺസേൺ. ഹീസ് വെരി സീരിയസ് അബൌട്ട് ഇറ്റ്. ദെൻ അത് മാത്രമല്ല, എപ്പോഴും ഇവന്റെ കൂടെ കളിച്ച് തമാശ പറയുന്ന ഒരു അച്ഛനല്ല ഈ സഡാവോ ഹോക്കിയുടെ അച്ഛൻ പറഞ്ഞത്. അല്ലെ, വളരെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ബിറ്റ് സീരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മളുടെ സഡാവോ ഹോക്കിയുടെ അച്ഛൻ എന്ന് പറയുന്നത്. ഇനി for this reason he had been sent at 22 to America to learn all that could be learned of surgery and medicine. He had come back at 30, and before his father died he had seen Sadao become famous not only as a surgeon but as a scientist. So 22ാമത്തെ വയസ്സിൽ അമേരിക്കയിലേക്ക് അയക്കപ്പെടുകയും അവിടെ നിന്ന് സർജിക്കൽ മെഡിസിൻസ് എല്ലാം പഠിച്ച് 30ാമത്തെ വയസ്സിൽ തിരിച്ചു വരികയും ചെയ്തു. ആര്? സഡാവോ ഹോക്കി. അച്ഛന്റെ മരണത്തിന് മുന്നേ തന്നെ അച്ഛന് സഡാവോയുടെ അച്ചീവ്മെന്റ്, അവന്റെ കരിയറിലുള്ള അച്ചീവ്മെന്റ് കാണാൻ കഴിഞ്ഞു. ഒരു ഡോക്ടറായിട്ട്, ഒരു സർജനായിട്ട് മാത്രമല്ല, ഒരു ഫേമസ് ആൻഡ് പോപ്പുലർ ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് കൂടിയായി അദ്ദേഹം അച്ചീവ് ചെയ്യുന്നത് കാണാൻ നമ്മുടെ അച്ഛന് ഭാഗ്യമുണ്ടായി എന്നാണ് പറയുന്നത്. Because he was perfecting a discovery which would render wounds entirely clean. He had not been sent abroad with the troops. Also, he knew there was some slight danger that the old general might need an operation for a condition for which he was now being treated medically, and for this possibility Sadao was being kept in Japan. So here
നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ഈ കഥ നടക്കുന്നത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പം കഥ ജപ്പാനിലാണ്. അപ്പോൾ ഈ ജപ്പാനിലെ പേൾ ഹാർബർ ആക്രമിക്കപ്പെട്ട സമയത്ത് കൂടിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ജപ്പാനിൽ നിന്നും ഒരുപാട് ഡോക്ടേഴ്സിനൊക്കെ ഈ ഫോഴ്സ്ഡ് ആർമിയുടെ കൂടെ അമേരിക്കയിലേക്ക് അയക്കുന്നുണ്ട്. കാരണം അവിടെ ഈ പേൾ ഹാർബർ ആക്രമിക്കപ്പെട്ടു. അപ്പോൾ അവിടെ വളരെ വലിയ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആർമിമെനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സർജൻസിനൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ സഡാവോനെ ആ ഗ്രൂപ്പിൽ അയച്ചില്ല. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത്തത് ആള് ഒരു മുറിവ്, ഈ വോൺസൊക്കെ വളരെ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്ന് കണ്ടുപിടിച്ച് അതിന്റെ പെർഫെക്ഷൻ തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് മാത്രമല്ല, ഒരു ഓൾഡ് ജനറൽ അവിടെ ഉണ്ട്. ഓൾഡ് ജനറൽ ആണെങ്കിലോ ഏത് സമയം അദ്ദേഹത്തിന് ഒരു ഓപ്പറേഷൻ, ഒരു സർജറി അത്യാവശ്യമായിട്ട് വരും. കാരണം അറിയാലോ, ഈ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ജപ്പാനിലുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിനും കൂടി വേണ്ടി സഡാവോനെ ജപ്പാനിൽ നിർത്തി. ഓക്കെ, ഈ സഡാവോ അമേരിക്കയിലേക്ക് അയക്കപ്പെട്ടില്ല. അപ്പോൾ ഈ യുദ്ധ കാലഘട്ടത്തിൽ സഡാവോ ജപ്പാനിലുണ്ട്. സഡാവിന്റെ വീട് പരിസരമൊക്കെ നമ്മൾ കണ്ടു. ആള് ഒരു പുതിയ മരുന്ന് കണ്ടുപിടിച്ച് അതിന്റെ തിരക്കിലാണ്. അതുപോലെ തന്നെ ജനറൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ആളുടെ സർജറിക്ക് വേണ്ടി കൂടിയാണ് സഡാവോ ജപ്പാനിൽ സ്റ്റേ ചെയ്യുന്നത്. ഇത്തിരി മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. Clouds were rising from the ocean now. The unexpected warmth of the past few days had at night drawn heavy fog from the cold waves. Sadao watched mist hide outline of a little islands near the shore and then come creeping up the beach below the house, wreathing around the pines. In a few minutes, fog would be wrapped about the house too. Then he would go into the room where Hannah, his wife, would be waiting for him with the 2 children. So here the writer, she describes the scene outside. അവിടുത്തെ അപ്പോഴത്തെ വെതർ കുറച്ച് ദിവസങ്ങൾ മുന്നേ നല്ല ചൂടൊക്കെ ആയിരുന്നു പകൽ ദിവസങ്ങളിൽ. പക്ഷെ ഇപ്പോൾ രാത്രിയാണെങ്കിൽ വളരെ മിസ്റ്റി ആയിട്ട് ഫോഗി ആയിട്ടുള്ള രാത്രികളാണ്. പെട്ടെന്ന് മൂടൽ മഞ്ഞ് വന്ന് നിറയുകയും മിസ്റ്റൊക്കെ ആയിട്ട് വളരെ തണുത്തിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. അവിടുത്തെ നേച്ചർ പറഞ്ഞ് മനസ്സിലാക്കി തോന്നുന്നു. പെട്ടെന്ന് തന്നെ ഈ മിസ്റ്റ് പെട്ടെന്ന് വന്ന് അകലെ കാണുന്ന ഒരു കുഞ്ഞ് ഐലൻഡിനെ പോലും മറക്കുകയാണ്. ഇനി ഇത് അങ്ങ് കയറി വന്ന് ഇവരുടെ വീട് കവർ ചെയ്യും. അപ്പോഴത്തേക്കും അകത്തേക്ക് പോവാം. അകത്ത് ആര് വെയിറ്റ് ചെയ്യുന്നുണ്ട്? യെസ്, സഡാവോന്റെ വൈഫ് ഹന്ന 2 കുട്ടികളുമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ തേർഡ് ക്യാരക്ടർ ആരാണ്? യെസ്, വൈഫ് ഓഫ് സഡാവോ. ഹെർ നെയിം ഈസ് ഹന്ന. Okay, but this moment the door opened and she looked out. A dark blue woolen hayori over her kimono. She came to him affectionately and put her arm through his as he stood, smiled and said nothing. So here ഹന്നയുടെ എൻട്രിയാണ്. വളരെ മനോഹരമായിട്ടാണ് ഇതിൽ ഹന്നയുടെ എൻട്രി വിവരിച്ചിരിക്കുന്നത്. ഈ ജപ്പാൻകാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വെയറാണ് ഈ ഹയോറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കിമോണോ എന്ന് പറഞ്ഞാൽ ഒരു ഓവർ ഗൗൺ. അപ്പോൾ ഈ ഹയോറിയുടെ മേലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി തണവൊക്കെയുള്ള സമയമാണ്. അപ്പോൾ ഈ ഒരു കിമോണോ ഒക്കെ ഇട്ട് നല്ല ഭംഗിയായി സുന്ദരിയായി ഹന്ന വരികയാണ്. നമ്മുടെ സഡാവോ പുറത്ത് നിൽക്കുകയാണ്. അകത്തേക്ക് പോവാന്നുള്ളൊരു ഇതില്ല. പക്ഷെ ഡോർ വാസ് ഓപ്പൺഡ്. അപ്പോൾ വന്നു, അഫെക്ഷനേറ്റ്ലി, വെരി ലവ്ലി, വളരെ സ്നേഹത്തോടു കൂടി വളരെ റൊമാൻറ്റിക് ആയിട്ട് അങ്ങനെ 2 പേരും നിൽക്കുകയാണ്. നല്ല മനോഹരമായിട്ടുള്ള എൻട്രി അല്ലേ? നൗ ഹി ഹാഡ് മെറ്റ് ഹന്ന. ഇനി ഹന്ന എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള പരിചയം ഉണ്ടായത് ഒക്കെയാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഹി ഹാഡ് മെറ്റ് ഹന്ന ഇൻ അമേരിക്ക, ബട്ട് ഹി ഹാഡ് വെയിറ്റഡ് to fall in love with her until he was sure she was Japanese. His father would never have received her unless she had been pure in her race. Here പറയണം, ഇവര് എവിടെ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത്? യെസ്, അമേരിക്കയിൽ വെച്ചിട്ട്. അപ്പോൾ ഇവർ അമേരിക്കയിൽ വെച്ചിട്ടാണ് ഹന്നയും ഡോക്ടർ സഡാവും കണ്ടുമുട്ടി. അവർ പരിചയപ്പെട്ടു, ഫ്രണ്ട്സായി. പക്ഷെ അവര് വെയിറ്റ് ചെയ്തു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മിറ്റഡ് ആവണേക്കാൾ മുന്നേ സഡാവ് ഉറപ്പുവരുത്തി നമ്മുടെ ഹന്ന ഒരു പ്യൂർ ജാപ്പാനീസ് ആണെന്ന്. പക്ഷെ എന്തുകൊണ്ട്? കാരണം നമ്മൾ മുന്നേ പറഞ്ഞു, സഡാവോന്റെ അച്ഛൻ എന്ന് പറയുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ സഡാവോന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഒരു ജാപ്പനീസ് ഗേൾ അല്ലെങ്കിൽ ലേഡി അല്ലാതെ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ മറ്റൊരു പെണ്ണിനെ മരുമകളായിട്ട് തൻ്റെ അച്ഛൻ ഒരിക്കലും സ്വീകരിക്കില്ല. ബിക്കോസ് ഹിസ് അത്രയും ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ പ്യൂർ ആയിട്ടുള്ള ഒരു ജാപ്പനീസ് തന്നെ വേണം മരുമകളായിട്ട്. അപ്പോൾ ഇതെല്ലാം വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ ഇവൻ വെയിറ്റ് ചെയ്തു ബിഫോർ ദേ കമ്മിറ്റഡ്, ആൻഡ് ഹി റിയലൈസ്ഡ് ആൻഡ് he make sure that she is very pure in her race.
ഓക്കെ. പ്യൂർ ഇൻ ഹെർ റേസ് എന്നൊക്കെ പറയുന്നതിലൊക്കെ സാഹിത്യമാണ്. അവള് എന്താ അച്ഛനും അമ്മക്ക് ജപ്പാനിയാണ് എന്നാണ് അതിന്റെ അർത്ഥം. He wondered often whom he would have married if he had not met Hannah, and by what luck he had found her in the most casual way, by chance, literally, at an American professor's house. അപ്പോൾ ആലോചിക്കുകയാണ്, എന്ത് ഭാഗ്യത്തിനാണ് എനിക്ക് ഹന്നയെ കാണാൻ കഴിഞ്ഞത്, അവളെ കല്യാണം കഴിച്ചു കഴിയും, പിന്നെ ആരായിരിക്കും ഞാൻ കല്യാണം കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള നമ്മൾ സാധാ എല്ലായിടത്തും സിനിമയിലാണെങ്കിലും നോവലിലാണെങ്കിലും ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ള സീൻ തന്നെയാണ്. പക്ഷെ ഇവർ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അമേരിക്കൻ പ്രൊഫസറുടെ ഹൗസ്, വീട്ടിൽ നിന്നാണ് അന്നയെ ആദ്യമായിട്ട് സഡാവോ കാണുന്നത്. The professor and his wife had been kind people anxious to do something for their new foreign students, and the students, though bored, had accepted this kindness. സോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇവരെവിടെയാണ് ഈ സമയത്ത്, ഈ കണ്ടുമുട്ടുന്ന സമയത്ത് അമേരിക്കയിലാണ്. അതാണ് ഇവിടെ ഫോറിൻ സ്റ്റുഡൻസ്. ആരാണ് ഫോറിൻ സ്റ്റുഡൻസ്? ദിസ് ജാപ്പനീസ്. ഓക്കെ. അപ്പൊ ഇവർ അമേരിക്കയിലാണ് പഠിക്കുന്നത്. അപ്പൊ അവിടെ നിന്നാണ് അവർ കണ്ടുമുട്ടിയത്. ഇനി എവിടെ നിന്നാണ് കണ്ടുമുട്ടിയത്? പ്രൊഫസറുടെ വീട്ടിൽ നിന്ന്. ഈ പ്രൊഫസർ ആണെങ്കിലും അവരുടെ വൈഫാണെങ്കിലും വളരെ ഈ ഫോറിൻ സ്റ്റുഡൻസിന് വേണ്ടി എന്തും ചെയ്യാൻ മാത്രം they are kind enough. Okay, and the students, they accepted that kindness. Sadao had often told Hannah how nearly he had gone to Professor Harry's house that night. The room was so small, the food so bad, the professor's wife so voluble. പറയണം, അതായത് പ്രൊഫസറിന്റെ വീട്, അവിടുത്തെ ഫുഡ്, റൂം വളരെ സ്മോളാണ്, ഫുഡ് വളരെ പോക്കാണ്. പ്രൊഫസറിന്റെ വൈഫാണെങ്കിലോ വെല്യൂബിൾ. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് വെല്യൂബിൾ? വെല്യൂബിൾ പറഞ്ഞാൽ ടോക്റ്റീവ് ആണ്. അത് നമുക്ക് വളരെ ഫണ്ണി ആയിട്ട് ഓർക്കാൻ ബ്ലാ ബ്ലാ ബ്ലാ. വെല്യൂബിൾ ബ്ലാ 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 മീൻസ് ഷീസ് ഓൾവേസ് ടോക്കിംഗ്. മേ ബി a loose talker. Maybe she's talking a lot. ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമായിക്കോട്ടെ, അൺഇമ്പോർട്ടൻ്റ് ആയ കാര്യമായിക്കോട്ടെ, എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടില്ലേ? അതാണ് വെല്യൂബിൾ. ഓക്കെ. Then, but he had found Hannah, a new student, and had felt he would love her if it were at all possible. അപ്പോൾ നമ്മുടെ സഡാവോ ഒരു ദിവസം പ്രൊഫസറിന്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ ഇരിക്കുന്നു ആര്? ഹന്ന. അവരുടെ ഫസ്റ്റ് സൈറ്റ് ന്യൂ സ്റ്റുഡൻ്റ് ആണ് ഹന്ന. സഡാവോ കണ്ടു, കൊള്ളാലോ. യെസ്, സഡാവോ നമ്മളെ പോലെ തന്നെ, അല്ലെ വേണം നിങ്ങളെ പോലെ നല്ല സ്മാർട്ട് യൂത്ത് ആയിട്ടുള്ള ഒരു സഡാവോ ആണ് അന്ന്, അല്ലേ? അപ്പോൾ ഓഫ് കോഴ്സ് എന്താ കൊള്ളാലോ, നല്ലൊരു കുട്ടിയാണല്ലോ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, അല്ലേ? ഓഫ് കോഴ്സ്. യെസ്, ഐ നോ ദാറ്റ്. ഐ കൻ സീ ദാറ്റ് യു ആർ സ്മൈലിംഗ് ഗൈസ്. ഓക്കെ. സോ അത് നമ്മളെ പോലെ തന്നെ സഡാവും ആളൊന്ന് പരിശ്രമിച്ച് നോക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നൗ ഹി ഫെൽറ്റ് ഹെർ ഹാൻഡ്. അങ്ങനെ അവർ കണ്ടു, പിന്നെ പരിചയപ്പെട്ടു. Now he felt her hand on his arm and was aware of the pleasure it gave him, even though they had been married years enough to have the 2 children. ഇപ്പോ അറ്റ് പ്രസന്റ് അന്ന നമ്മൾ എവിടെയായിരുന്നു? സീൻ എവിടെയായിരുന്നു? യെസ്, ഈ ഫ്ലാഷ് ബാക്കിന് മുന്നേ അന്ന ഡോറിന്റെ അടുത്ത് നിൽക്കുന്ന സഡാവിന്റെ അടുത്തേക്ക് വരികയും അവർ ചേർന്ന് നിൽക്കുകയായിരുന്നു, അല്ലേ? അപ്പോൾ ഇപ്പോൾ സഡാവിന് ആ ഒരു ടച്ചിങ്, ആ ഒരു ഫീൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതിന്റെ സന്തോഷം ഈ പേർലസ് ബക്കിന്റെ മിക്ക നോവലിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതുപോലെയുള്ള നല്ല ക്ലാസിക് റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് ഡിസ്ക്രിപ്ഷൻസ്. അതായത് പ്രത്യേകിച്ച് ഇവരുടെ നോവലൊക്കെ ഫാമിലി ലൈഫിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ഒരു നല്ല ഫാമിലി ലൈഫിന്റെ ക്വാളിറ്റീസുകളൊക്കെ എടുത്ത് കാണിക്കുന്ന നോവലുകളാണ് പേർലസ് ബക്കിൻ്റെ. ഹസ്ബൻഡ് വൈഫ്, അവരുടെ നല്ല റിലേഷൻഷിപ്പ്, അവരുടെ റൊമാൻസ്, കുട്ടികളുമായിട്ടുള്ള ബോൺഷിപ്പ്, ഇതൊക്കെ നമുക്ക് ഈ ഇവരുടെ നോവലിൽ കാണാൻ കഴിയും. വളരെ നല്ല ഒരു പോസിറ്റീവ് വൈബ്സ് തരുന്ന നോവൽ. പക്ഷേ അതിലൊക്കെ ഈ യുദ്ധവും അതുപോലെ തന്നെ പെയിനൊക്കെ ഉണ്ട്. എന്നാലും അതുപോലെ തന്നെ ഇവർ 2 വർഷം 2 കുട്ടികളായി. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അത്യാവശ്യമായി. ബട്ട് സ്റ്റിൽ ദേ ക്യാൻ ഫീൽ ദ പ്ലഷർ, ലൈക്ക് അവരുടെ റൊമാൻസ്, അവരുടെ പ്രണയം, അവരുടെ സ്നേഹം, അഫെക്ഷൻ എല്ലാം ഇപ്പോഴും പുതുപുത്തനായിട്ട് തന്നെ ഉണ്ട്. അതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. For they had not married hastily in America. They had finished their work at school and had come home to Japan. And when his father had seen her, the marriage had been arranged in the old Japanese way, although Sadao and Hannah had talked everything over beforehand. അതായത് അമേരിക്കയിൽ വെച്ച് കണ്ടുമുട്ടി, ഇവര് ചടപടാന്ന ധൃതിയിൽ അവിടുന്ന് തന്നെ കല്യാണം കഴിച്ചില്ല. ഹെഡൽസ്ലി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അതായത്
പെട്ടെന്ന് ധൃതി കൂട്ടി ഇട്ട് ചെയ്തില്ല എന്നുള്ള അർത്ഥമാണ്. അതായത് ഇപ്പൊ നമ്മളിപ്പോ അറിയാം, ചില മൂവീസിലൊക്കെ കണ്ടു കാണും, പ്രത്യേകിച്ച് അമേരിക്കൻസിലൊക്കെ അവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ വെൻ ദേ അക്വൈന്റഡ് ഓക്കെ ദേ കമ്മിറ്റഡ് ഈച്ച് അതർ ദെൻ അവർക്ക് ഇഷ്ടമുള്ള ചെയ്യും. അവരങ്ങനെ പാരന്റ്സിനൊന്നും ബോധർ ചെയ്യുന്ന കൾച്ചറും എല്ലാം ഒന്നുമല്ല. പക്ഷെ ഇവിടെ നമ്മുടെ സഡാവോ അന്ന അവർ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള നല്ല പക്ക ജപ്പാനീസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തിരക്കൊന്നും കൂട്ടിയില്ല, പഠനമൊക്കെ പൂർത്തിയാക്കി അമേരിക്കയിലേന്ന് നാട്ടിലേക്ക് വരികയും ജപ്പാനിലേക്ക് വരികയും അച്ഛൻ അവരെ കാണുകയും നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ജപ്പാൻ സ്റ്റൈലിലാണ് അവർ വിവാഹം ചെയ്തത്. ഓക്കെ, ഒരു കണക്കിന് വളരെ നല്ലൊരു കാര്യം അല്ലേ. ഞാൻ ഇങ്ങനത്തെ പിന്നെ ലവ് മാരേജിനെയാണ് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പ്രണയിക്കാനും അതുപോലെ ഇഷ്ടപ്പെടാനൊക്കെ ഉള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. പക്ഷേ ഇതിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളെ വളർത്തിയെടുത്ത നമ്മുടെ പാരൻസിനെ മറന്നു പോകരുത്. നമുക്ക് അവരുമായിട്ട് ഒരു ഓപ്പൺ സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പൊക്കെ ആണെങ്കിൽ നമ്മുടെ ഒരു ഇഷ്ടമൊക്കെ നമുക്ക് തോന്നിയാൽ അതൊക്കെ അവരോട് പറയാം. കാരണം അവരുടെ ഒരു അഭിപ്രായം ചോദിക്കുന്നതിലൊന്നും യാതൊരു തെറ്റില്ല. ഒന്നും അറിയാത്ത കാലത്ത് നമുക്ക് ശരിയും തെറ്റും ഒന്നും അറിയാത്ത കാലത്ത് നമ്മളെ ശരിയിലേക്ക് മാത്രം നയിച്ചവരല്ലേ, പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ചോദിച്ചുകൂടാ അല്ലേ? എനിക്കറിയാം, ഞാൻ ഉപദേശിക്കണമെന്നില്ല പൊന്നോ. യെസ്, കം ബാക്ക്. അങ്ങനെ അവർ കല്യാണം കഴിച്ചു, സുഖമായിട്ട് ജീവിക്കുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. എവിടെത്തി? They were perfectly happy. She laid her cheek against his arm. That means they were perfectly happy. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുന്ദരമായ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നല്ല ഫാമിലി ലൈഫ് ഇങ്ങനെ കടൽ തീരത്ത് ആ വീട്ടിൽ ഇവരിങ്ങനെ സുഖമായി സന്തോഷപൂർവ്വം ജീവിച്ചു പോവുകയാണ്. ഈവൺ ദോ ദ ബാക്ക്ഗ്രൗണ്ട് ഈസ് വാർ, യുദ്ധകാലഘട്ടമാണ്, പ്രശ്നങ്ങളാണ് രാജ്യത്ത്. എന്നാലും ഈ കടൽ തീരത്തുള്ള ഈ കൊച്ചു വീട്ടിൽ, ഈ സഡാവോന്റെ കൊച്ചു വീട്ടിൽ ഹന്നയും സഡാവും 2 കുട്ടികളും എല്ലാം ചേർന്ന് സന്തോഷമായി ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ഇതാണ് നമ്മുടെ സീൻ. ഇനി ഇങ്ങനെയുള്ള സമാധാനപരമായ ഇവരുടെ ജീവിതത്തിലേക്ക് എന്താണ് സംഭവിക്കുന്നത്? എന്തോ ഒന്ന് കടന്നു വരുന്നു. അവിടെ നിന്നാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. അപ്പൊ ചെറുതായിട്ടൊന്ന് തുടങ്ങി വെക്കാം. It was at this moment that both of them saw something black come out of the mist. It was a man. He was flung up out of this ocean. Flung, it seemed, to his feet by a breaker. അങ്ങനെ ഇവര് ഇപ്പത്തെ സീൻ എന്താ? യെസ്, ഈ വാതിലിന്റെ മുന്നില് ഈ കോടൽ മഞ്ഞും പിന്നെ മൂടൽ മഞ്ഞും എല്ലാം കൂടി ഇങ്ങനെ അനുഭവിച്ച് 2 പേരും ചേർന്ന് അവരെ നല്ല ലവ്ലി മൊമെന്റ് അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വാട്ട് ഹാപ്പൻഡ്? എന്താണ് സംഭവിച്ചത്? സംതിങ് ബ്ലാക്ക് കം ഔട്ട് ഓഫ് ദ മിസ്റ്റ്. ആ മൂടൽ മഞ്ഞിൽ കൂടി എന്തോ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു. അത് എങ്ങനെ വന്നു? ഫ്ലങ് അപ്പ്. ഫ്ലങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എറിയുക. എങ്ങനെ എറിയുക? ഇപ്പൊ നമുക്കറിയാം അർപ്പൂടെ നമ്മളിങ്ങനെ വലിച്ചെറിയില്ലേ, അതിനാണ് ഈ ഫ്ലങ് അപ്പ് എന്ന് പറയുക. അപ്പൊ ഓഷ്യനിൽ നിന്ന് ഇവരുടെ വീടിന്റെ ഫ്രണ്ടിൽ കടലാണല്ലോ, അപ്പൊ കടൽ എന്തോ ഇങ്ങോട്ട് തള്ളി ഇട്ടു. ഓക്കെ, സംതിങ്. ആൻഡ് അവർക്കത് മനസ്സിലായി, എന്തത് ഒരു മനുഷ്യനാണെന്ന് അവർക്ക് മനസ്സിലായി. ഇറ്റ്സ് എ മാൻ, അതൊരാളാണെന്ന് അവർക്ക് മനസ്സിലായി. ഹി വാസ് ഫ്ലങ് അപ്പ് ഔട്ട് ഓഫ് ദ ഓഷ്യൻ. ഫ്ലങ്, ഇറ്റ് സീംഡ് ടു ഹിസ് ഫീറ്റ് ബൈ എ ബ്രേക്കർ. ലൈക്ക് പെട്ടെന്ന് തള്ളി ഇങ്ങ് പോന്നു. നമ്മളെന്താ പറയുന്നത്, ഈ കടല് പുറത്ത് തള്ളി വിടുക. He staggered a few steps, his body outlined against the mist, his arms above his head. Then the cold mist hid him again. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇവർക്ക് മനസ്സിലായത് ഒരാളാണ്. അവരൊന്നങ്ങനെ സ്റ്റാഗ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാഗേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമുക്ക് 2-3 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുക, പക്ഷെ നമുക്കത് പ്രോപ്പറായിട്ടല്ല, ഈഞ്ഞ് വലിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് കഷ്ടപ്പെട്ട് മുന്നോട്ട് നീങ്ങില്ല. അതിനാണ് സ്റ്റാഗേർഡ് പറയുക. ഒരു വോക്ക് ആൻഡ് സ്റ്റെഡ്ലി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദെൻ ബോഡി, അതായത് ആള് പിന്നെ ആ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി ആളൊരു വെൽ കണ്ടീഷൻ അല്ല, എന്തോ സംതിങ് റോങ്. ഹി ക്യാൻ നോട്ട് ഈവൺ വോക്ക് പ്രോപ്പർലി. ബട്ട് അഗെയിൻസ്റ്റ് ഇൻ ദ മിസ്റ്റ് ദിസ് മാൻ വാനിഷ്ഡ്. പെട്ടെന്ന് തന്നെ ഈ മിസ്റ്റ് വന്ന് ഇയാളെ മറഞ്ഞു. Who is that? Hannah cried. She dropped Sadao's arm and they both leaned over the railing of the veranda. Now they saw him again. The man was on his hands and knees crawling. Then they saw him fall on his face and lie there. അപ്പോൾ എന്താ സംഭവിച്ചിട്ട് ഇവര് പെട്ടെന്ന് അവരുടെ വരാന്തയിലെ റെയിലിംഗ് പറഞ്ഞ അറിയില്ലേ, നമ്മളുടെ ഈ വരാന്തയിലും അതുപോലെ തന്നെ ഉമ്മറത്തൊക്കെ ഇങ്ങനെ കാണില്ലേ ഒരു ബ്ലോക്ക്, മീൻസ് കമ്പി പോലെ വെച്ചിട്ടുള്ള ഈ റെയിലിംഗ് അങ്ങോട്ട് വന്ന് താഴെ നോക്കി നോക്കുമ്പോൾ ഇയാള് ക്രൗളിങ് ചെയ്യണം. അതായത് ഇങ്ങനെ മുട്ടയുടെ ഇഴയാണ് ഇയാള്. കാരണം ഇയാൾക്ക് പ്രോപ്പറായിട്ട് നടക്കാൻ വയ്യ, എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയിലും ഒരാളെ. എന്നിട്ട് അദ്ദേഹം ഈ ആള് fall on his face and lie there. അങ്ങ്
ഈ മുഖം നിലത്ത് അടിച്ചുകൊണ്ട് അങ്ങനെ അവിടെ വീണു, അവിടെ കിടക്കുകയാണ്. A fisherman, perhaps, Sadao said, washed from his boat. He ran quickly down the steps, and behind him Hannah came, her white sleeves flying. അപ്പോൾ സഡാവോ പറഞ്ഞു ചിലപ്പം ഫിഷർമാൻ ആയിരിക്കാം. ഓക്കെ, ബോട്ടിൽ നിന്ന് അങ്ങനെ വീണ് ഇതായതാവും. ഓക്കെ, അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ഇയാളുടെ അടുത്തേക്ക് സഡാവോ ഓടി വരികയും പിന്നാലെ ഹന്ന വരികയാണ്. ഇവിടെ ഹെർ വൈറ്റ് സ്ലീവ്സ് ഫ്ലൈങ് പറഞ്ഞാൽ ഈ ബിക്കോസ് ഓഫ് ദിസ് കിമോണോ, ഈ ലൂസ് ആയിട്ടുള്ള ഒരു ഗൗണാണ്, പിന്നെ ഒരു എന്താ പറയുക, ഒരു കോട്ട് പോലത്തെ സംഭവമാണ്. അപ്പൊ കൈയൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടു കാണും ഈ ജപ്പാനീസ് സിനിമയിലൊക്കെ, അതിങ്ങനെ ഫ്ലൈ ചെയ്യുന്നുണ്ട് പറയുന്നത്. A mile or two away, on either side there were fishing villages, but here was only the bare and lonely coast, dangerous with rocks. The surf beyond the beach was spiked with rocks. Somehow the man had managed to come through them. He must be badly torn. Actually, നമ്മുടെ സഡോവോന്റെ വീട് നിൽക്കുന്ന സ്ഥലത്തൊന്നും അങ്ങനെ ഒരു ഫിഷറിങ് ഏരിയ ഒന്നുമല്ല, അതൊക്കെ 1-2 മൈൽ അപ്പുറമാണ്. ഇതെന്ന് പറഞ്ഞാൽ വളരെ ഒരു ലോൺലി, ഒറ്റപ്പെട്ട ഒരു തീരപ്രദേശമാണ്. ഇവിടെ ഫിഷറിങ്ങോ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരുടെ വിസിറ്റ്സ് ഒന്നും നടക്കാത്ത ഒരു ബെയറായിട്ടുള്ള ഒരു ലോൺലി കോസ്റ്റ് ആണ്. എങ്ങനെയോ ഇയാള് പിന്നെ ബോട്ടിൽ നിന്നെങ്ങാനും കടലിലേക്ക് വീഴുകയോ ഇങ്ങനെ അപകടത്തിൽപ്പെടുകയും ചെയ്തു കാണും. എന്നിട്ട് ഇയാളെ എങ്ങനെയൊക്കെയോ കരക്കടയാൻ വേണ്ടിയിട്ട് ആ ഒരു സർഫിന്റെ ഒക്കെ ഇടയിൽ കൂടെ, സർഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സർഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്കറിയില്ലേ ഈ തിരമാലയുടെ കൂടെ ഒരു സർഫ് പിന്നെ ഒരു പാഡൊക്കെ വെച്ച് ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതാണ് സർഫിങ്. അപ്പോൾ ഈ കടലെടുക്കുക. ഇവിടുത്തെ വെച്ചാൽ റോക്സ് ഒക്കെ ഇങ്ങനെ സ്പൈക്ക് പറഞ്ഞാൽ അറിയാലോ, സ്പൈക്കി ഹെയർ സ്റ്റൈൽ, എനിക്കറിയാം, നിങ്ങൾക്കറിയാം. സോ ഇങ്ങനെ സ്പൈക്കി ആയിട്ട് നിൽക്കണ ഈ റോക്സിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഇയാൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടാൻ ശ്രമിച്ചു കാണാം. അപ്പൊ എന്തായാലും ഇദ്ദേഹത്തിന്റെ മേലെ മുറിവുണ്ടായിരിക്കും. അങ്ങനെയാണ് ഈ ഫിഷർമാൻ ഇത്രയും മുറിവേറ്റിട്ടുണ്ടാവുക, വൂണ്ടഡ് ആയിട്ടുണ്ടാവുക, കാരണം അതിൽ കൂടെ ഒക്കെ രക്ഷപ്പെടാൻ ശ്രമിച്ച കാരണം. They saw when they came toward him that indeed it was so. The sand on one side of him had already a stain of red soaking through. അടുത്ത് വന്ന് നോക്കി നോക്കുമ്പോൾ അവർ പറഞ്ഞത് കറക്റ്റാണ്, മൊത്തം ബോഡി വൂണ്ടഡ് ആണ്. ഓക്കെ, എല്ലായിടത്തും കീറിപ്പറിഞ്ഞ് ആകെ നാശമായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മേലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണൽത്തരികൾക്കൊക്കെ സ്റ്റെയിൻ ഓഫ് റെഡ്, അതായത് ചുവന്ന കറ, മീൻസ് ബ്ലഡിന്റെ കറയുണ്ട്. He is wounded, Sadao exclaimed. He made haste to the man who lay motionless, his face in the sand, an old cap stuck to his head soaked with sea water. He was in wet rags of garments. Sadao stopped, Hannah at his side, and turned the man's head. They saw the face. ഒരു തൊപ്പി ഉണ്ടായിരുന്നു, അത് കടൽ വെള്ളത്തിലൊക്കെ മുങ്ങി ആകെ സോക്ക് ചെയ്തിട്ടുള്ള ഒരു ഫോമിലാണ്. ഇയാളാണെച്ചെങ്കിലോ മോഷൻലെസ്, ആകെ അനങ്ങാതെ അങ്ങനെ കിടക്കുക, മുഖം എങ്ങനെയാ താഴത്ത് അമർത്തിയിട്ട്. അപ്പൊ ബാക്ക് സൈഡാണ് കാണുന്നത്, ഇവിടെ തൊപ്പിയുണ്ട്. അപ്പൊ ആകെ കൂടി കീറി പറഞ്ഞിട്ടുള്ള അവശനായിട്ടുള്ള ഒരു നിലയില്. അപ്പോൾ ഹന്നാനെ അവിടെ നിർത്തിയിട്ട് ഇയാൾ എന്ത് ചെയ്തു, സഡാവോ എന്ത് ചെയ്തു, ഇയാളെ തിരിച്ചിട്ട് നോക്കിയപ്പോൾ they shocked. Why they shocked? A white man, Hannah whispered. അതൊക്കെ അന്ന പറഞ്ഞു, ഓ മൈ ഗോഡ്, ഇറ്റ്സ് എ വൈറ്റ് മാൻ. അതൊരു വൈറ്റ് മാൻ ആണല്ലോ. അപ്പോൾ വൈറ്റ് മാൻ മീൻസ് അമേരിക്കൻ ആണ്. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ എങ്ങനെയാണ്, അമേരിക്കനും ജപ്പാനീസും ഒന്നും കണ്ടുകൂടായികയാണ്. കാരണം എന്താ വെച്ചാൽ അത്രയും എനിമിറ്റിയാണ്. അപ്പോൾ ഒരു വൈറ്റ് മാനൊക്കെ ഒരു ജപ്പാന്റെ നേരെ കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇവിടെ ആകെ പേടിച്ചുകൊണ്ട് പറഞ്ഞു, ഓ മൈ ഗോഡ്, ഇറ്റ്സ് എ വൈറ്റ് മാൻ. Yes, it's a white man. The white cap fell away, and there was his wet yellow hair, long as though for many weeks it had not been cut, and upon his young and tortured face was a rough yellow beard. He was unconscious and knew nothing that they did for him. So, മുഖം കണ്ടു, വൈറ്റ് മാൻ ആണ്. തൊപ്പിയൊക്കെ മാറ്റിയപ്പോഴത്തേക്കും ഗ്രേ ഹെയർ, ലോങ് ആയിട്ടുള്ളത്, അതായത് കുറച്ച് ദിവസമായിട്ട് ഈ ഹെയർ ഒന്നും കട്ട് ചെയ്തോ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്രേ ബിയർഡൊക്കെ വെച്ചിട്ട്. അപ്പോൾ ആകെ ഇയാളുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇയാൾ കുറച്ച് സമയമായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് കടലിൽ പെട്ടിട്ടുള്ള ഒരാളാണ്. കാരണം മുടിയൊക്കെ നീണ്ട് ആകെ അൺകട്ടിങ് ആൻഡ് നന്നായി ഫർണിഷ് ചെയ്യാത്ത ബിയർഡൊക്കെ ആയിട്ടുള്ള ഒരു ഭയങ്കര ടോർച്ചേർഡ് ഫേസ് ആണ്, ക്ഷീണിതനായിട്ടുള്ള ഒരു മനുഷ്യൻ. ആൻഡ് അൺകോൺഷ്യസ്, ബോധവുമില്ല, ബോധരഹിതനാണ്. ഓക്കെ, ആൻഡ് ഈവൺ ഹി ഡോണ്ട് ന്യൂ ദറ്റ് ഈ ഹന്നയും ഹസ്ബൻഡും അടുത്ത് നിൽക്കുന്നിട്ട് ഇവർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അറിയുന്നില്ല, കാരണം ഹീസ് ടോട്ടലി അൺകോൺഷ്യസ്. Now Sadao remembered the wound
and with his expert fingers he began to search for it. Blood flowed flashily at his touch. On the right side of his lower back, Sadao saw that a gun wound had been reopened. The flesh was blackened with powder. Sometime, not many days ago, the man had been shot and had not been tended. It was bad chance that the rock had struck the wound. So, magic, what fingers? Expert fingers. Because, yes, Sadao is a doctor. So here, when he searched the wounds, he can find out at his back there is a wound from the shot. വെടിയേറ്റിട്ടുള്ള ഒരു വൂണ്ട് അദ്ദേഹത്തിന്റെ ബാക്ക് സൈഡിൽ, ഈ ഫിഷർമാന്റെ ഈ ബാക്ക് സൈഡിൽ, ഈ ഇഞ്ചുവേർഡ് ആയിട്ടുള്ള മനുഷ്യന്റെ ഈ ഫിഷർമാൻ അവരുടെ ഒരു ഗസ് മാത്രമാണ്. ഓക്കെ, ഇഞ്ചുവേർഡ് ആയിട്ടുള്ള ഈ മനുഷ്യന്റെ ബാക്കിൽ കാണാൻ കഴിഞ്ഞു. അതിൽ നിന്നും ഇതുപോലെ തന്നെ ബ്ലഡ് ഇങ്ങനെ വരുന്നുണ്ട്. ആ ഫ്ലഷ് ഒക്കെ ബ്ലാക്ക് കളറിൽ. അപ്പൊ എന്തൊക്കെയോ മരുന്ന് പൗഡറൊക്കെ ഇയാൾ വെച്ച് കാണും. മാത്രമല്ല ഇയാൾക്ക് വെടി കിട്ടിയിട്ട് ഇതൊരു ഫ്രഷ് വോണ്ടല്ല, വെടി കിട്ടിയിട്ട് കുറച്ച് ദിവസം ആയിരിക്കുന്നു. എന്നിട്ട് പ്രോപ്പറായിട്ട് അതിനൊരു കെയറിങ് ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ വൂണ്ട് കാണപ്പെടുന്നത്. അപ്പോൾ ടോട്ടലി ഇയാൾ ഇഞ്ചുവേർഡ് ആയിട്ട് കുറച്ച് ദിവസം ആയിരിക്കുന്നു, എന്നാൽ പ്രോപ്പർ കെയർ ഒന്നും കിട്ടാത്തത് കൊണ്ട് ആകെ നാശകോശമായിട്ടുള്ള അവസ്ഥയിലാണ് നമ്മുടെ ഈ വോണ്ടഡ് മാൻ ഉള്ളത്. ഓക്കെ, ദെൻ പിന്നെ ഇങ്ങനെയുള്ള ഈ അവസ്ഥ, അപ്പൊ വൂണ്ടഡ് ഈ വെടി ഷോട്ട് ചെയ്തിട്ട് എന്താ പറയാ, വെടി കെട്ടിട്ട് ഉള്ള ഈ മുറിവും അത് പോരാഞ്ഞിട്ട് ഈ റോക്സിന്റെ മേലെ ചെന്ന് ഇടിച്ചിട്ട് ആകെ വൃത്തികേട്. അപ്പൊ എന്തോ ഒരു ഹൊറിബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ആ മനുഷ്യന്റെ. എത്രമാത്രം പെയിൻഫുൾ ആയിട്ടാണ് അയാൾ ഡൈയിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഇയാളുടെ അടുത്തേക്ക് എത്തിപ്പെടുന്നത്. ഓ, how he is bleeding, Hannah whispered again in a solemn voice. The mist screened them now completely, and at this time of day no one came by. The fisherman had gone home, and even the chance beachcombers would have considered the day at an end. അപ്പോൾ ഇവര് ഇപ്പോൾ ഈ ഒരു വൈറ്റ് മാനെ കണ്ട ഷോക്കിലാണ്, ഇയാൾ ഇഞ്ചുവേർഡ് ആണ്. അപ്പോൾ അങ്ങോട്ടാണെച്ചെങ്കിൽ അധികം ഒന്നും ആരും വന്നിട്ടില്ല. കാരണം പേടിക്കണം. കാരണം ഒരു വൈറ്റ് മാന് നമ്മളിങ്ങനെ ഇത് ജപ്പാനീസിൻ്റെ അടുത്ത് കാണുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അങ്ങനത്തെ ഒരു അരാജകത്വം നിൽക്കുന്ന ഒരു സമയവുമാണ് ജപ്പാനിലുള്ളത്. അപ്പൊ ആരും അങ്ങോട്ട് വന്നിട്ടില്ല. ഈ റാക്ക് പിക്കേഴ്സ് ഒന്നും അങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പൊ ആകെ കൂടി ഈ 3 പേര് മാത്രമേ ഇപ്പൊ പുറത്തുള്ളൂ. മഞ്ഞാണെങ്കിൽ ഇവരെ 3 പേരെയും മൂടിക്കഴിഞ്ഞു. പരസ്പരം അങ്ങോട്ടും കാണാൻ പറ്റാത്തൊരു അവസ്ഥയായി. What shall we do with this man? Sadao muttered, but his trained hands seemed of their own will to be doing what they could to stand the fearful bleeding. അപ്പൊ ഇവരാകെ കൺഫ്യൂഷനിലാണ്. എന്താ ചെയ്യാൻ പറ്റുക, എന്താണ് നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ആ കൂടെ ഒരു ഡിലെമയായി. ഒരു വൈറ്റ് മാൻ ആണ്, ആള് ഫുള്ളി വൂണ്ടഡ് ആണ്, ഡൈയിങ് സ്റ്റേജിലാണുള്ളത്. അപ്പോൾ ഇവർക്ക് കൺഫ്യൂഷനായി. എന്താ പിന്നെ ചെയ്യുക? കാരണം ഇത് ഇവരുടെ കാൽക്കൽ വന്ന് വീഴുകയും ചെയ്തു. ഇവരാകെ കൺഫ്യൂഷനായി. ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി. പക്ഷെ ആദ്യം തന്നെ ഇവർക്ക് എന്താ പറയുക, ഈ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് നിർത്താൻ എന്തായാലും ഒരു ഡോക്ടറാണല്ലോ. അപ്പൊ അതിന് ഇവര് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇവർക്ക്. കുഡ് ടു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ദിസ് ഫിയർഫുൾ ബ്ലീഡിങ്. He packed the wound with the sea moss that strewed the beach. The man moaned with pain in his stupor, but he did not awaken. So here, എന്താ പറയാ, ഈ മുറിവിൽ നിന്നും ഇങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ സീമോസ്, അതായത് കടലിന്റെ പക്കത്തൊക്കെ കാണുന്ന അങ്ങനെ നിറയെ നിൽക്കുന്ന ചെറു പുല്ല് ചെടികളുണ്ടല്ലോ, അതാണ് ഈ സീമോസ്. അപ്പൊ ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇയാൾ ഈ ബ്ലീഡിങ് നിർത്താനുള്ള പരിപാടി നോക്കുകയാണ്. ആര്? നമ്മുടെ ഡോക്ടർ. അപ്പൊ ഇതങ്ങോട്ട് വെച്ചപ്പോഴത്തേക്കും ഇദ്ദേഹം വേദന കൊണ്ട് അങ്ങോട്ട് ഞെങ്ങി മൂങ്ങിക്കരയാൻ തുടങ്ങി. സ്റ്റ്യൂപ്പർ എന്നുള്ള വേണ്ട അർത്ഥം എന്ന് പറഞ്ഞാല് നമുക്കൊരു അബോധാവസ്ഥ, അതായത് ബോധമില്ല പക്ഷെ നമുക്ക് വേദന ഒക്കെ അറിയാൻ പറ്റും. അങ്ങനത്തെ ഒരു വീക്കായിട്ടുള്ള ഒരു അവസ്ഥ, ഒരു ഡേസി ആയിട്ടുള്ള ഒരു അവസ്ഥ. അങ്ങനെ അയാൾ കരയാൻ തുടങ്ങി. But he did not awaken. പക്ഷെ എന്ത് ചെയ്ത് അയാളെ ബോധമൊന്നും വന്നില്ല. The best thing that we could do would be to put him back in the sea, Sadao said, answering himself. So ഇവർക്ക് എന്തായാലും ഇയാളെ ക്യാരി ചെയ്യാൻ പറ്റില്ല. കാരണം ഹി ഈസ് എൻ അമേരിക്കൻ, ഒരു വൈറ്റ് മാൻ ആണ്. അപ്പം ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഇയാളെ ഇവരൊപ്പം വെക്കുക എന്ന് പറഞ്ഞത് അത്ര സേഫ് അല്ല. കടലിൽ കിട്ടിയതല്ലേ, ബ്ലീഡിംഗ് ഒക്കെ നിർത്തി സെറ്റാക്കിയതിനു ശേഷം കടലിലേക്ക് തന്നെ ഇട്ടാലോ എന്നുള്ളൊരു ആലോചനയിലാണ് അവരുള്ളത്. Now
That the bleeding was stopped for the moment, he stood up and dusted the sand from his hands. Yes, undoubtedly, that would be best, Hannah said steadily, but she continued to stare down at the motionless man. ശരിയാണ്, നമുക്ക് ഇവനെ അപ്പോൾ മുറിവൊക്കെ കെട്ടിയതിന് ശേഷം എഴുന്നേറ്റ് പൊടിയൊക്കെ തട്ടി അതിനെയും പറഞ്ഞു ശരി നമുക്ക് ഇവനെ കടലേക്ക് തന്നെ ഇടാം, കാരണം നമുക്ക് വി ഡോണ്ട് ഹാവ് അനദർ ഓപ്ഷൻ ബിക്കോസ് ഹീസ് എ വൈറ്റ് മാൻ. നമുക്ക് ഇവനെ ക്യാരി ചെയ്യാനോ ഇവനെ സേഫ് വീട്ടിലേക്ക് എടുത്തു കൊണ്ടുപോകാനോ ഒന്നും പറ്റില്ല, അതുകൊണ്ട് കടലേക്ക് തന്നെ ഇടാം എന്നുള്ള തീരുമാനത്തിലെത്തി. ബട്ട് ഇവരങ്ങനെ പറഞ്ഞാലും കൂടിയിട്ട് ഇവരതിനു വേണ്ടി മുതിരുന്നില്ല. ഓക്കെ, നമുക്ക് ഇവനെ കടലേക്ക് തിരിച്ചിടാന്ന് പറഞ്ഞിട്ട്, പക്ഷെ അങ്ങനെ അവർ പറയുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ദേ ആർ നോട്ട് മൂവിങ്. അവർ ഈ മോഷനിലായിട്ട് കിടക്കുന്ന ഈ മനുഷ്യനെ ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരങ്ങനെ പറഞ്ഞു, ബട്ട് ദേ കാൻ ഡു ഇറ്റ്. ഇഫ് യു ഷെൽട്ടേർഡ് a white man in our house, we should be arrested, and if we turn him over as a prisoner, he would certainly die, said Sadao. അപ്പോൾ കടലേക്ക് ഇടാന്നൊക്കെ പറഞ്ഞാലും കൂടിയിട്ട് അതിൽ ഇവർക്ക് കൂട്ടിയേ പറ്റില്ല. ഇനി കാരണം ഇയാളൊരു മരണത്തിനോട് മല്ലടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ. ഇന്ന് നമുക്ക് ഇവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇവനെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളെന്താവും, യെസ്, അറസ്റ്റ് ചെയ്യും. കാരണം അതൊരു രാജ്യദ്രോഹമാണ്. അതായത് അമേരിക്കക്കാർ രാജ്യത്തിന്റെ എനിമിയാണ്. അപ്പോൾ നമുക്കൊരു അമേരിക്കൻ ഇങ്ങനെയുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇയാൾ ഷൂട്ട് വെടിയേറ്റ് വന്നൊരു മനുഷ്യനാണ്. അപ്പോൾ സംതിങ് മേ ബി ഹീസ് എ പ്രിസണർ ഓർ എന്തൊക്കെയോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആർമീനെ ഏൽപ്പിക്കണം. ഏത് ആർമീനെ? ജപ്പാൻ ആർമീനെ. അവരെന്താ ചെയ്യുക? കൊല്ലും. അപ്പോൾ അതും ആലോചിക്കുമ്പോൾ ഇവർക്ക് പറ്റണില്ല. എന്നാൽ വീട്ടിൽ കയറ്റിയിട്ട് ഇയാൾക്ക് ഒരു ഷെൽട്ടർ കൊടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. 2 കുട്ടികളുണ്ട്, അവരൊക്കെ ഭാവി അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യും, വലിയ പ്രശ്നമാണ്. ആ കൂടി ഒരു ഡിലേമ, കൺഫ്യൂഷൻ. ഇവിടെയാണ് ആ ക്വസ്റ്റ്യൻ വരുന്നത്. ആസ് എ ഡോക്ടർ, Sadao, what he should do? ഒരു ഡോക്ടറിന്റെ മെഡിക്കൽ എത്തിക്സ് വെച്ചിട്ട് ഈ ഡൈയിങ് പേഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഡൈയിങ് മാനെ ജീവൻ രക്ഷിക്കുകയാണോ വേണ്ടത്? ഒരു രാജ്യസ്നേഹി എന്നോണം, ഒരു രാജ്യസ്നേഹമുള്ള ജപ്പാൻകാരൻ എന്നോണം ഞാൻ ഈ ആളെ നമ്മുടെ ആർമിക്ക് കൊടുക്കുകയാണോ വേണ്ടത്? ഈ ക്വസ്റ്റ്യൻ ആണ് ഇവരുടെ മനസ്സിൽ കിടന്ന് കളിക്കുന്നത്. കാരണം ഹീസ് എ ഡോക്ടർ. അപ്പോൾ ഒരു നല്ലൊരു ഡോക്ടർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ, അപ്പോൾ നല്ലൊരു ഡോക്ടർ എന്നാണ് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവും. പക്ഷേ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഒരിക്കലും ഒരു വൈറ്റ് മാനെ നമുക്ക് രക്ഷിക്കാനോ ഷെൽട്ടർ ചെയ്യാനോ പാടില്ല. അത് രാജ്യദ്രോഹമാണ്. വലിയ ഒരു ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്. ഇനി സഡാവോ എന്ത് ചെയ്തു കാണും? എന്ത് തീരുമാനത്തിൽ അവരെത്തിക്കാണും? അവർ ഈ ഫിഷർമാനെ തിരിച്ച് കടലേക്ക് തന്നെ എറിഞ്ഞു കാണുമോ? അതെല്ലാം ഷെൽട്ടർ ചെയ്ത് കാണുമോ? അതെല്ലാം ആർമിയെ ഏൽപ്പിച്ച് കാണുമോ? ഇതാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. അപ്പം മനസ്സിലെ ഈ കോൺഫ്ലിക്റ്റിന് ഏത് ഇതിലാണ് സഡാവോ നിന്നത്, ഏത് തീരുമാനത്തിലായിരിക്കും ഉറച്ചു നിന്നുണ്ടാവുക, തുടർന്ന് അങ്ങോട്ട് എന്താണ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് അടുത്ത പാരഗ്രാഫിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ തുടർന്ന് നമ്മൾ കഥ അറിയുന്നതായിരിക്കും. ഓക്കെ, സോ ഇതുവരെയുള്ള ഭാഗം വൃത്തിയായിട്ട് വായിക്കുക, മനസ്സിലാക്കുക. അറിയാത്ത വേർഡ്സിൻ്റെ മീനിങ് ഒക്കെ നിങ്ങൾ നോക്കിയെടുക്കുക, അതൊക്കെ അതിനടുത്ത് എഴുതി വെക്കുക. ഇതൊക്കെ നല്ല നല്ല വർക്കാണ്. കാരണം ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള എല്ലാവരുടെയും ആവശ്യമാണ് അല്ലേ? യെസ്, വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവില്ല. നമ്മൾ അതിന് വേണ്ടി മെനക്കെടണം. ഇങ്ങനെ മെനക്കെട്ടാൽ മതി. അപ്പോൾ എന്തായി, കുറച്ച് ലാംഗ്വേജും കുറച്ച് വെക്കാബുലറിയും കിട്ടും, കഥയും മനസ്സിലാവും, വായനയും നടക്കും, എസ്സേക്ക് സൂപ്പറായിട്ട് ആൻസർ ചെയ്യാനും പറ്റും. ഓക്കെ, very good. So see you on next video. Keep watching, and thank you for everyone for supporting me. Bye bye.